അങ്ങനെ ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ലൊക്കേഷനിലേക്ക് പോവാട്ടോ. അപ്പം നാളെ മുതൽ കാത്തുമ്മല് സീരിയൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി നമ്മളിത് അറിഞ്ഞിട്ടെങ്കിലും നാളെ പാക്ക് ചെയ്യും, നാളെ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 10 മണി 10:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു മഞ്ഞപ്പെട്ടിയിൽ അവൾക്ക് ലൊക്കേഷനിലേക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, ചെരുപ്പ്, ബണ്ണുകൾ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വേറൊരു പെട്ടിയിലാട്ടോ വെക്കുക. കാരണം മഞ്ഞപ്പെട്ടി നമ്മൾ ലൊക്കേഷനിലാണല്ലോ വെക്കുക. അപ്പോൾ ഈ ഒരു വലിയ പെട്ടിയിലത്തെ ഡ്രസ്സാണ് നമ്മളുടെയൊക്കെ കേട്ടോ. അതെല്ലാം പാക്ക് ചെയ്ത് റൂമിലേക്ക് വരുമ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കെന്താ ഏട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ മൂന്നാളും വേഗം പോയിട്ടൊരു കുളിയും പാസ്സാക്കി വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഉഷാറ് കിട്ടിയത് കേട്ടോ. ഇന്ന് രാവിലെ തൊട്ടുള്ള ഓട്ടമാണ്. ഇപ്പോഴാണ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ മാറ്റി കിടക്ക വിരിക്കാൻ നോക്കാം കേട്ടോ. കാത്തുമ്പോൾ പാവക്കുട്ടികളോട് ഞാൻ തോറ്റു. കിടക്കുമ്പോൾ ഫുള്ളോളം പാവകളാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ മേടിക്കുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ തലോണ കവറുമ്പോൾ ഇതേപോലെ സിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും നല്ലതാണ്. നമുക്ക് ഉള്ളിലത്തെ കവറോ കാര്യങ്ങളോ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതാ ബെഡ്ഷീറ്റും എലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വിരിച്ച് ഞാൻ അവിടെ കിടന്നോളൂ, എങ്ങോട്ടും പോവില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വിരിച്ചിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതിന് വരെ എനിക്ക് തോന്നുന്നു ഒരു 500ൻ്റെ ഉള്ളിലേക്ക് മാത്രമേ റേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ അടിപൊളി ഐറ്റാട്ടോ. കോട്ടൺ മെറ്റീരിയലല്ല, എന്നാലും നല്ലൊരു മെറ്റീരിയലാണ്. കാണാനും അടിപൊളിയാണ്. നമ്മളീ നാട്ടിൽ നിന്ന് 1500 രൂപ കളഞ്ഞ് മേടിക്കുന്ന ബെഡ്ഷീറ്റിനെക്കാട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ മേലിൽ കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചും കൂടി വീഡിയോസ് എടുക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്നൊന്നും വേണ്ട, വാ കിടന്നുറങ്ങാമെന്ന്. പിന്നെ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഞാൻ വേഗം കിടക്കാൻ വേണ്ടി വരിക കേട്ടോ. കൂടെ നമ്മളെ കാത്തുമ്പോൾ ഇത്രയും നേരം ടി വിയുടെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഞാൻ അവളെയും പോയി വിളിച്ചു കൊടുന്നു. ഉറങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ നല്ല കുട്ടിയിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിടക്കാൻ വന്നാലോ ഇതാണ് അവസ്ഥ. അവളെ അപ്പുറത്തും ഇപ്പുറത്തും 4 പാവക്കുട്ടികളും ഉണ്ടാവും കേട്ടോ. 3 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഇതൊക്കെ അവളെ മക്കളാന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഞങ്ങൾ പോയി ഉറങ്ങട്ടെ കേട്ടോ. ബായ്.